തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശിനിയായ 19-കാരിക്ക് കാക്കിയിട്ടവരെ കണ്ടാൽ ഇപ്പോൾ പേടിയാണ്. ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്നു. കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്ന് കടയിലേക്ക് പഴങ്ങളുമായി സഹോദരിക്കൊപ്പം മിനി ട്രക്കിൽ വരുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. വാഹന പരിശോധന നടത്തുകയായിരുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥർ സഹോദരിയെ ആക്രമിച്ച ശേഷം 19-കാരിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചു. നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ കൊടും ക്രിമിനലുകളെ പോലെയാണ് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ അറസ്റ്റിലായ തിരുവണ്ണാമലൈ ഈസ്റ്റ് സ്റ്റേഷനിലെ 2 പോലീസുകാരെയും പിരിച്ചുവിട്ടു. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ എന്നിവർക്കെതിരെ നടപടി ഉണ്ടായത്. തിരുവണ്ണാമലയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് സുരേഷ് രാജും സുന്ദറും ചേർന്ന് പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. കുട്ടിയുടെ മൂത്ത സഹോദരിയുടെ മുന്നിൽ വെച്ചായിരുന്നു പ്രതികളായ പോലീസുകാരുടെ അതിക്രമം. തിരുവണ്ണാമലൈ വിഴുപ്പുറം ബൈപ്പാസിന് സമീപം ഏന്താൾ ഗ്രാമത്തിലെ ചെക്ക് പോസ്റ്റിലായിരുന്നു സംഭവം നടന്നത്. ക്ഷേത്ര പരിസരത്തെ വഴിയോരക്കടയിലേക്ക് ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്ന് സഹോദരിമാർ പഴങ്ങളുമായി മിനി ട്രക്കിൽ വരികയായിരുന്നു. പുലർച്ചെ 1 മണിക്ക് ഏന്താളിൽ എത്തിയപ്പോൾ വാഹനം പരിശോധിക്കാനെന്ന പേരിൽ പോലീസ് എത്തുകയായിരുന്നു. തുടർന്ന് സഹോദരിമാരെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയും ഇളയ സഹോദരിയെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഏറെ നേരത്തിന് ശേഷം പ്രതികൾ പെൺകുട്ടിയെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. തുടർന്ന് സഹോദരി നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ പെൺകുട്ടിയെ കണ്ടെത്തി. നാട്ടുകാർ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ തിരുവണ്ണാമലൈ വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പെൺകുട്ടിയുടെയും സഹോദരിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റബിൾമാരായ സുരേഷ് രാജ്, സുന്ദർ രാജ് എന്നിവരെ പിടികൂടുകയും നടപടിയെടുക്കുകയും ചെയ്തത്. ന്യൂസ് 18 ചെന്നൈ.